ഇത് മൈക്രോവേവിൽ കുക്ക് ചെയ്ത മധുരക്കിഴങ്ങാണ്. അപ്പോൾ ഇത് ഇത് ഏകദേശം 1 കിലോളം കാണും. അപ്പോൾ ഞാനിത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിൽ ഒരു 1/2 ടീ കപ്പ് വെള്ളമാണ് ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അതിന് ശേഷം 5 മിനിറ്റ് ഇത് മൈക്രോവേവ് ചെയ്തു. അതിന് ശേഷം ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. സൈഡൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കാവുന്നതാണ്. അതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ്സ് എന്നിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അല്പം കൂടെ വേവാനുണ്ടെങ്കിൽ വീണ്ടും ഒരു 5 മിനിറ്റ്സ് കൂടെ ഇത് വേവിച്ചെടുക്കുക. അതിന് ശേഷം ഇത് സ്കിന്ന് കളഞ്ഞ് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാകും. ഇതിന് മുമ്പായിട്ട് ഞാൻ 1/2 kg മധുരക്കിഴങ്ങ് ഇതുപോലെ കട്ട് ചെയ്യാതെ ഉണ്ട് പ്രിക്ക് ചെയ്ത് കൊടുക്കുക. ഫോർക്കൊണ്ട് അവിടെ പ്രിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിക്കാതെ ഉണ്ട് ഇതുപോലെ 5 മിനിറ്റിൽ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഒരുപാട് ഡ്രൈ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെള്ളം ഒഴിച്ച് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ തോല് കളഞ്ഞെടുത്തതാണ്. നല്ലപോലെ കുക്കായിട്ടുണ്ട്. വളരെ സോഫ്റ്റാണ്, വളരെ ടേസ്റ്റിയാണ്. നമ്മൾ വെള്ളമില്ലാണ്ട് വേവിക്കുമ്പോൾ എല്ലാം ഒരുപാട് ഡ്രൈ ആയിട്ടാണ് കിട്ടുന്നത്. അതിനേക്കാളും നല്ലതാണ് ഇതുപോലെ വെള്ളമൊഴിച്ച് വേവിക്കുന്നത്. ഇതുപോലെ മുഴുവൻ ഇതുപോലെ കട്ട് ചെയ്യേണ്ടതൊന്നുമില്ല, ഫുള്ളായിട്ട് വയ്ക്കാവുന്നതാണ്. പക്ഷെ ഒന്ന് ഫുള്ളായിട്ട് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഒന്ന് പ്രിക്ക് ചെയ്ത് ഫോർക്കൊണ്ട് ഒന്ന് അവിടെ കുത്തി കൊടുക്കണം. ഉള്ളിലൊക്കെ ഒന്ന് വെന്ത് കിട്ടാനും എയർ പാസേജ് നോക്കിയിട്ട്. അപ്പോൾ നമുക്ക് മുഴുവനായിട്ടും കട്ട് ചെയ്യാതെയും നമുക്കിതുപോലെ വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് മധുരക്കിഴങ്ങ് നമുക്ക് ഓവനിൽ വേവിച്ചെടുക്കാം, മൈക്രോവേവിൽ വേവിച്ചെടുക്കാം. വെള്ളയും ട്രൈ ചെയ്തൊക്കെ. താങ്ക് യു.